കോഴിക്കോട് ജില്ലയിലെ UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കോഴിക്കോട്ടെ ജനാധിപത്യ വിശ്വാസത്തോടുള്ള കോൺഗ്രസിൻ്റെ നന്ദി വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ ജനവിധി ഞങ്ങളൊന്നുകൂടി വിനയാനിതരാക്കുന്നു. വളരെ എളിമയോടെ അതിലൂടെ ആദരവോടെ ഈ വിധി ഞങ്ങൾ സ്വീകരിക്കുന്നു. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന അന്ന് ഈ ഓഫീസിൻ്റെ മുറ്റത്ത് വെച്ച് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാഷുടെയും സെക്രട്ടറി TT ഇസ്മായിലിന്റെ സാന്നിധ്യം ജില്ലയിലെ കോൺഗ്രസിന് വേണ്ടി കാര്യം ഞാൻ പറഞ്ഞത്. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ലക്ഷ്യം 5, 8, 10 സീറ്റല്ല, 13-ൽ 13 ഔട്ട് ഓഫ് 13. ആ ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞു. അതിനുവേണ്ടി പ്രവർത്തനം അടുക്കും ചുറ്റുകൂടി നടന്നു. പോളിംഗ് നടന്നത് 9-ാം തീയതി. 14-ാം തീയതി ഇതേ ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടത്. 5 ദിവസം കഴിഞ്ഞു. 4 ദിവസം ഈ ജില്ലയിലെ ബൂത്ത് ബേസുള്ള കാര്യങ്ങളുടെ സമഗ്ര പഠനത്തായിരുന്നു കോൺഗ്രസ്. ഇവിടെ വെച്ചാണ് ഞാൻ പറഞ്ഞത് 13-ൽ 13 ജയിക്കും. അതിൽ 8 എടുത്ത് 5 ഭൂരിപക്ഷമായി. അത് കഴിഞ്ഞ് നമ്മൾ നിരന്തരമായി പലപ്പോഴും കണ്ടു. അന്നൊക്കെ തന്നെ അത് ആവർത്തിച്ചിരുന്നു. നിങ്ങളിൽ പലരും നെറ്റി ചൊളിച്ചിരുന്നു. ഞങ്ങളെ കൂടെയുള്ളവരുടെയും നെറ്റി ചൊളിഞ്ഞിരുന്നു. കുറച്ച് സീറ്റെങ്കിലും അപ്പുറത്ത് കൊടുത്തോടെ പറഞ്ഞ് പരിഹസിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിധി വന്നപ്പോൾ ഒരു സീറ്റാണ് മിസ്സായത്, ബേപ്പൂർ. അതും മിസ്സാവാൻ പാടില്ലായിരുന്നു. ആ തോൽവി ഗൗരവമായി കോൺഗ്രസ് പരിശോധിച്ചു. ബേപ്പൂരിലെ തോൽവി സത്യം പറഞ്ഞാൽ ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമാണ്. ഞങ്ങൾ 13-ൽ 13 ജയിക്കുമെന്ന് തന്നെയാണ് കരുതിയത്. ആ തോൽവി പാർട്ടി തലത്തിൽ പരിശോധിക്കും. ഒരു കാര്യോട് ഞാൻ വോട്ടെണ്ണുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് എൻ്റെ അടുത്ത് വന്ന മാധ്യമത്തിൽ ഞാൻ പറഞ്ഞു 13-ൽ 13. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായി കോഴിക്കോട്ടെ കോൺഗ്രസ് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഈ ഓഫീസിൽ എല്ലാ ബൂത്തുകളിലേക്കും ഫോൺ ചെയ്ത് അവിടുത്തെ വിവരങ്ങൾ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവന്നു. ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകൾ ചെയ്തില്ലെങ്കിൽ അവരെ മാറ്റുക, കഴിവുള്ളവരെ രംഗത്ത് കൊണ്ടുവരുക എന്നുള്ളതിനുള്ള അക്കൗണ്ടബിലിറ്റി നടപ്പിലാക്കി. അതിലൊക്കെ ഉപരി കഴിഞ്ഞ 5 വർഷം ഒരു കാലത്ത് ഗ്രൂപ്പിൻ്റെ പേര് കേട്ടിരുന്ന ഈ കോഴിക്കോട് പാർട്ടിയിൽ ഒരു തരത്തിലുള്ള വിഭാഗീയത ഉണ്ടായില്ല. ഈ മെസ്സേജ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നൽകുന്നൊരു മെസ്സേജ്, ഐക്യത്തോടെ കോൺഗ്രസ് നിന്നാൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. കോൺഗ്രസിനെ പോലെ തന്നെ എടുത്തുള്ളവരാണ് മുസ്ലിം ലീഗിൽ. ശ്രീ റസാഖ് മാഷുടെയും TT ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ എങ്ങനെയാണോ കോൺഗ്രസ് ഈ ജില്ലയിൽ പ്രവർത്തിച്ചത് അതേപോലെ അതേ രീതിയിൽ അതിശക്തമായ പ്രവർത്തനം അവരും കാഴ്ചവെച്ചു. ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. 2 പാർട്ടികളാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ വളരെ ഐക്യത്തോടെയായിരുന്നു കോൺഗ്രസ് ലീഗിന്റെ പ്രവർത്തനം. അതിന്റെ പ്രതിഫലനം ലോക്കൽ ബോഡിയിൽ കണ്ടു. സത്യം പറഞ്ഞാൽ ജില്ലയിലെ തേരോട്ടം ആരംഭിച്ചത് 2024 ലോക്സഭയോട് കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലം വന്ന് പിറ്റേ ദിവസം അന്നത്തെ ഞങ്ങളുടെ ഓഫീസിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഒരു മുന്നണിക്ക് 10,000-ലേറെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കിട്ടുന്നത് ആദ്യമായി പറഞ്ഞു. അത് കഴിഞ്ഞാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം പഞ്ചായത്തോടും പിടിക്കുന്നു പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് പിടിക്കുന്നു പറഞ്ഞു. 70-ൽ 44 എടുത്തുന്ന UDFിന്റെ പ്രസിഡന്റാണ് 2 എണ്ണം നഷ്ടപ്പെട്ട് നടക്കേണ്ടതായത്. അത് കഴിഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ജില്ലയിലെ പാർട്ടിയുടെയും മുന്നണിയുടെയും അടുപ്പിച്ചിട്ടുള്ള പ്രവർത്തനം, ഒരുമിച്ചുള്ള പ്രവർത്തനം, വിഭാഗീയതയില്ല എന്നുള്ള സന്ദേശം
പാർട്ടി അണികളുടെ ഇടയിലേക്കും പൊതുസമൂഹത്തിനും കൊടുക്കാൻ സാധിച്ചതിലെ ഏറ്റവും വലിയ കാര്യം ഇതെല്ലാമാണ് വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അതിലൊക്കെ ഉപരിയായി ജില്ലയിലെ നേതാക്കളുടെ കൂട്ടായ്മ, ബഹുമാന്യനായ സീനിയർ നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ എം പിമാരായ എം കെ രാഘവൻ, ഷാഫി പറമ്പിൽ, മുൻ എം പി ആയിരുന്ന ശ്രീ കെ മുരളീധരൻ, ജില്ലയിൽ നിന്നുള്ള KPC നേതാക്കൾ എല്ലാവരും ഒരു ടീമായിട്ടാണ് പ്രവർത്തിച്ചത്. ബത്തേരിയിൽ നടന്ന ഞങ്ങളുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ വെച്ച് അതിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പേരെടുത്ത് അഭിനന്ദിച്ചില്ല കോഴിക്കോടായിരുന്നു. ടീം കോഴിക്കോട് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പോൾ കോഴിക്കോടിലെ നേതാക്കളുടെ ഒരുമിച്ചുള്ള ടീം വർക്ക്, ഇതെല്ലാം ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കാൻ ഞങ്ങൾ സാധിച്ചു. അതിൽ ഒരിക്കൽ കൂടി ആ വിജയം സമ്മാനിച്ച ജനാധിപത്യ വിശ്വാസം നന്ദി പറയുന്നു. ഈ വിജയം ഞങ്ങൾ കോഴിക്കോട്ടെ പൊതുസമൂഹത്തിന് സമർപ്പിക്കുക. വിനയപൂർവ്വം ആ വിധി സ്വീകരിക്കുന്നു. ഇനി അങ്ങോട്ട് കൊയിലാണ്ടി, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള ഈ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും വികസനമായിരിക്കും ഞങ്ങൾ അജണ്ട. ഒരുപക്ഷെ ഇന്ന് കോഴിക്കോട് ആരും തേടി വരാത്തൊരിടമാണ്. കോഴിക്കോടിനെ ആർക്കും വേണ്ട. കോഴിക്കോട്ടുകാർ പോവുകയാണ് ബാംഗ്ലൂരിനെ തേടി, ചെന്നൈയിനെ തേടി, ഹൈദരാബാദിനെ തേടി, മൈസൂരിനെ തേടി. ഈ ഇടങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് കോഴിക്കോടിനെ പോലെയായിരുന്നു. അന്ന് ആർക്കും വേണ്ടാത്ത ഇടമായിരുന്നു കോഴിക്കോട്. വിദ്യ തേടി വിദ്യാർത്ഥികളും തൊഴിൽ വേടി യുവാക്കളും കോഴിക്കോട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യം മാറി. എല്ലാ മേഖലയിലും കോഴിക്കോട് എല്ലാവരും തേടിയെത്തുന്ന ഇടമാക്കി മാറ്റി. അടുത്ത തലമുറ വിദ്യയ്ക്കോ തൊഴിലിനോ കോഴിക്കോട് വിട്ടുപോകുന്നത് സാഹചര്യമില്ലാതിരിക്കുക എന്നുള്ളതാണ്. ആ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. എ സെൽഫ് കോമ്പറ്റീവ് കോഴിക്കോട്, ഇതായിരിക്കും കോഴിക്കോട്ടെ UDFിൻ്റെ ഇനി അങ്ങോട്ട് പ്രവർത്തന ഘട്ടം. ഓരോ നിയോജകമണ്ഡലങ്ങളിലും നടപ്പിലാക്കാനുള്ള പദ്ധതികൾ പ്രകടന പത്രിക ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി നടപ്പിലാക്കും. 5 വർഷം കഴിയുമ്പോൾ കോഴിക്കോടിൻ്റെ പുതിയ രൂപവും ഭാവവും കോഴിക്കോട്ടിൽ കാണാൻ സാധിക്കും. ആ കാര്യത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കും. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമായിരിക്കും UDFിൻ്റേത്. ഇനി അങ്ങോട്ട് ഏതെങ്കിലും തരത്തിലുള്ള അവഗണന മലബാറിനോ കോഴിക്കോടിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പരിഗണനയുടെ നാളുകളിലേക്കും കോഴിക്കോടിനെ കാത്തുകൊടുക്കും. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും ഇന്ന് വരെ പിന്തുണ തന്ന കോഴിക്കോട് നല്ലവരായ മാധ്യമപ്രവർത്തകരോട് ഞങ്ങളെ പിന്തുണച്ചും സഹായിച്ചും വിമർശിച്ചും ഞങ്ങളോടൊപ്പം നിന്ന നിങ്ങളുടെ നന്ദി കൂടി അറിയിക്കുന്നു. ഇനി അങ്ങോട്ട് കോഴിക്കോടിൻ്റെ വികസനം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസും UDFും എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെയായിരിക്കും UDF വികസന കാര്യത്തിലും പ്രവർത്തിക്കുക. ടീം കോഴിക്കോടായി അതിനെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇല്ല, സമയം കിട്ടിയിട്ടില്ല. ഏതായാലും അത് പാർട്ടി ഗൗരവമായി പറ്റും. അത് ഒരു മികവും കൊണ്ടല്ല. കാരണം അതല്ല അതിപ്പം ജയം തന്നെയല്ലേ. മികവുണ്ടായില്ലെങ്കിലും ജയിച്ചാലൊരു മികവിനെ താഴ്ത്തിപ്പെടാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ കണക്കിൽ 4000 വോട്ടുകൾ ജയിക്കുന്നതായിട്ട് അത് പാർട്ടി പരിശോധിക്കും. ഞാൻ 5 തെരഞ്ഞെടുപ്പ് പറഞ്ഞില്ല, 14-ാം തീയതി ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ബേപ്പൂരിലെ കണക്ക് 3004 എല്ലായിടത്തെയും കണക്കുകൾ കൃത്യമായി പാലിക്കപ്പെട്ടു. ചിലയിടങ്ങളിൽ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി മുന്നോട്ട് വന്നപ്പോൾ ബേപ്പൂരിൽ എന്ത് സംഭവിച്ചുവെന്ന് വിലയിരുത്തേണ്ട ഉത്തരവാദിത്വം മുന്നണി നയിക്കുന്ന പാർട്ടിക്കുള്ളതുകൊണ്ട് ആ കണക്ക് അതെ അല്ല അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ പരിശോധിക്കേണ്ട ഘടകമുണ്ട് എന്ന് പ്രഥമനിഷ്ഠയെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത് പരിശോധിക്കുന്നത്. BJP കൂടിയിട്ടില്ല. അല്ല, ഞങ്ങൾ കമ്മീഷനൊക്കെ അല്ലത് പാർട്ടി യോഗം വിളിക്കുകയാണ്. പാർട്ടി നേതാക്കളുടെ യോഗം അടിയറ
ഉടൻ തന്നെ ജില്ലയിലെ കോൺഗ്രസ് യോഗം വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ബേപ്പൂരിന്റെ പ്രത്യേക യോഗം കൂടും. ഒരിക്കലല്ല, അങ്ങനെയൊന്നുമില്ല. സ്ഥാനാർത്ഥി എന്താണ് ഞാൻ പറഞ്ഞത്, ഏതായാലും ഞാൻ പറഞ്ഞത് 12 എണ്ണം ജയിച്ച സന്തോഷമുണ്ടെങ്കിലും 13 എണ്ണത്തിന്റെ സങ്കടത്തിലാണ് ഞങ്ങളുള്ളത്. അതിലുണ്ടായ പിഴവുകൾ സംഘടന അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെച്ചു. സ്ഥാനാർത്ഥിയും വേണ്ടി സംസാരിച്ചിരുന്നു, അൻവറെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ശുഭപ്രതീക്ഷയായിരുന്നു. മെഞ്ഞാന്ന് രാത്രി വരെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുന്നണി നയിക്കുന്ന പാർട്ടി നിലയ്ക്ക് അത് ഞാൻ കഴിച്ചു. അത് എന്തായാലും 1 മിസ്സായെങ്കിലും 2 2 മന്ത്രിമാരെ തീരുമാനിക്കുന്നത് DCC അല്ലല്ലോ. മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. അല്ല, അത് എന്തായാലും ഇനി ഞാൻ ഒഴിയേണ്ടി വരുമല്ലോ. ഒരു പാർട്ടിയിൽ കൂടെ സംഘടന വരുമ്പോൾ 2 ഉത്തരവാദിത്വം കൊണ്ടുവരാനില്ല. പാർട്ടി പറയുന്ന സമയത്ത് അഭിമാനത്തോടെ ഒഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യും. അല്ല, അത് ഇവിടെ നല്ലൊരു തീരുമാനം. ഇല്ല ഇല്ല, അങ്ങനെ പ്രതീക്ഷകൾ 5 അല്ല 12. കോൺഗ്രസ്. അതെ അതെ. അല്ല, ഞാനിപ്പോ അത് പറയുന്നില്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. എന്തായാലും ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. വളരെ സജീവമായി. അപ്പൊ അൻവർ തോറ്റത് ഗുണായി എന്നാണ് അല്ല, അതല്ല ഞാൻ പറഞ്ഞു. അതൊക്കെ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും. അതിലൊന്നും ഈ ജില്ലയിൽ തർക്കമുണ്ടാവില്ല. ജില്ലയ്ക്ക് പരിഗണന എങ്ങനെ കിട്ടിയാലും അത് സർവാത്മന സ്വാഗതം ചെയ്യുന്ന നിലപാടായിരിക്കും DCCയുടെ ഭാഗത്തുണ്ടാവുക. ഇല്ല ഇല്ല, പേരാമ്പ്രയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പേരാമ്പ്രയിൽ വോട്ട് അവിടെയാണ്. ചിലയിടങ്ങളിലൊക്കെ നമ്മൾ ഉയർത്തിക്കാട്ടിയ മതേതരത്വം എത്രത്തോളം അത് ജനം മനസ്സാ സ്വീകരിച്ച് വരക്കണം. ഞാൻ 1 മിനിറ്റ് കോഴിക്കോട് വിട്ട് പറയാം. ഷിയാസ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി എത്രയുണ്ട്? ജോയ് മത്സരിച്ച തവനൂരിൽ എത്രയുണ്ട്? അതേപോലെയാണ് ചക്കിട്ടപാറ ഒരു പഞ്ചായത്തുണ്ട് പേരാമ്പ്രയിൽ. അവിടെ ഈ ജില്ലയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഷെയർ ചെയ്യാത്തൊരു സ്ഥലമാണ്. കാരണം ലീഗിന് വലിയൊരു ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ ഫാത്തിമ തഹ്ലീൽ ലീഡാണ്. അതാണ് UDF ഉയർത്തിപ്പിടിച്ച മതേതരത്വ നിലപാടിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് ചെയ്യാം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചക്കിട്ടപ്പാറ എന്ന് പറയുമ്പോൾ അവിടുത്തെ MLA ആയിരുന്ന LDF കൺവീനർ അവിടുത്തെ എസ്റ്റേറ്റിൽ തൊഴിലാളി പ്രവർത്തനം നടത്തി ഒരുപാട് ബന്ധം അദ്ദേഹത്തിനുള്ള സ്ഥലമാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത്. അവിടുത്തെ എസ്റ്റേറ്റാണ് അവർ നടത്തിയത്. അവിടെ പോലും ഫാത്തിമ തഹ്ല പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര ശക്തിയില്ല. അവിടെ ഫാത്തിമ തഹ്ല ലീഡ് ചെയ്തെങ്കിൽ UDF സംസ്ഥാനത്തും ജില്ലയിലും സ്വീകരിച്ച മതേതരത്വ നിലപാട് കിട്ടിയ അംഗീകാരം കൂടിയാണ് ഈ വിഷയം. ലളിതമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ വോട്ട് കിട്ടിയാൽ കുറഞ്ഞ വോട്ട് പക്ഷെ അതിന്റെ കാരണം ഒന്നുമല്ല. അതിന്റെ കാരണം പറയാം, ഒരു സംശയവും വേണ്ട. അതായത് കഴിഞ്ഞ 10 വർഷക്കാലമായി ജനം പൊറുതിമുട്ടിയത്. ആദ്യത്തെ 5 വർഷം തന്നെ പൊറുതിമുട്ടി. അപ്പോൾ ഈ കോവിഡ് കിറ്റ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ മാറി, അറ്റൻഷൻ മാറി. ആ അറ്റൻഷൻ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ 2ാം പിണറായി സർക്കാർ ഉണ്ടായിരുന്നു. ഇന്നത്തെ വിജയത്തിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞോടെ റിപ്പീറ്റ് ചെയ്തത്, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇനി ഈ പാർട്ടി അധികാരത്തിലിരുന്നാൽ പാർട്ടി തകരുന്ന വിശ്വാസത്തിൽ അവരെ പാർട്ടിക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ പലരുടെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സിസ് പോൾ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സിസ് പോളിൽ വന്ന കണക്ക് പല മാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജനം LDFിനോട് പണിയാണ്. CPMകാർ കൊടുത്ത പണി പെട്ടി തുറക്കമേ മനസ്സിലാവുന്നുള്ളൂ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് വോട്ട്. 1 ഭരണവിരുദ്ധ വികാരം, 2 ഞങ്ങളുടെ ശക്തമായ സംഘടന സംവിധാനം, 3 പാർട്ടിക്കകത്തെ പാർട്ടിക്കാരുടെ നല്ല നിലപാട്. അല്ല, എല്ലാവരുടെയും കിട്ടിയിട്ടുണ്ട്. ഈ ജില്ലയിൽ ഞാൻ മത്സരിച്ച കൊയിലാണ്ടി ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. കാരണം യഥാർത്ഥ പൊളിറ്റിക്കൽ വോട്ടിന്റെ ഡിഫറൻസിന്റെ എത്ര അപ്പുറത്താണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഭൂരിപക്ഷം. പക്ഷെ ഇനി ഒരു കാര്യം പറയാം,
ഇനി ഞങ്ങൾ അടുത്ത ലക്ഷ്യം ഈ 12 നഗരത്തിൽ 13 തീയതി പിടിപ്പിക്കുകയാണ്. ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും പുതിയ മുഖ്യമന്ത്രി കോഴിക്കോട് എത്തുമ്പോൾ ആ പരിപാടി ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിന്റെ പ്രൊസീജിയർ പറഞ്ഞല്ലോ, അതൊക്കെ നേതാക്കൾ പറഞ്ഞല്ലോ. കാലാകാലങ്ങളായുള്ള ചില കീഴ്വഴക്കങ്ങളുണ്ട്. ഇവിടെ പറയാൻ പറ്റുമോ? മാധ്യമങ്ങളോട് പറയാൻ പറ്റുമോ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ ഉത്തരക്കണ്ണം വരെ ചോദിച്ചാൽ പോലെ അഭിപ്രായം ഇവിടുന്ന് ചോദിക്കണം. ഞാനിനി കൊയിലാണ്ടി MLA നിലക്ക് മുൻ DC പ്രസിഡന്റാണല്ലോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ ഓഫീസിലൊരു മുറിയുണ്ട്. അത് മുൻ DCC പ്രസിഡന്റ് മുറി. അത് ഞാൻ എൻ്റെയും കൂടി കാര്യം കണക്കെടുത്ത് വെച്ച മുറിയാണ്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ജില്ലയിലെ എല്ലായിടങ്ങളിലും കോൺഗ്രസിനെയും UDFനെയും ശക്തി പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടാവും. കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 10 മിനിറ്റ് കൊണ്ട് കൊയിലാണ്ടി എത്താം. അതുകൊണ്ടാണ് കൊയിലാണ്ടി തന്നെ നിൽക്കാനുള്ള കാര്യം. ഈ ജില്ലയിൽ തന്നെ മുഖ്യതല രാഷ്ട്രീയത്തിൽ ഈ എളിയവനായി ഞാനും കഴിഞ്ഞ കാലങ്ങളെ പോലെ സജീവമായിട്ടുണ്ടാവും. DC പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ കൊയിലാണ്ടിയിലാണ് എൻ്റെ വീട്, സ്വന്തം വീടുള്ളത്. അതൊരു 5 മിനിറ്റ്, ഇവിടുന്ന് ഒരു 10 മിനിറ്റല്ലേ വീട് കോൺഗ്രസിൽ. അല്ല, നോർത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് കാലമായി കുറച്ച് സംഘടനാ ദൗർബല്യം അനുഭവിക്കുന്ന മണ്ഡലമായിരുന്നു. അവിടെ കത്തിച്ച് രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ വലിയ വിജയമായി. സത്യം പറഞ്ഞാൽ ഞങ്ങളെ കണക്കുകളിലൊക്കെ കുറച്ചുകൂടി മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ സംഘടനാ ദൗർബല്യം കുറേ കാലങ്ങളായി അനുഭവിക്കുന്ന മണ്ഡലങ്ങളുടെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ പ്രവർത്തനം ആരംഭിച്ച മുതൽ അതെല്ലാം കവർ ചെയ്തു UDFൻ്റെ ആളുകൾ അതിശക്തമായി രംഗത്ത്. ഒരു തെരഞ്ഞെടുപ്പ്, ഒരു കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ പോലും ഇറങ്ങാത്ത കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ആളുകളൊക്കെ ഇവിടെ അറിയിക്കായിരുന്നു. ഒന്നും കിട്ടിയില്ല, കാര്യമൊന്നും കിട്ടിയില്ല. ഉണ്ടല്ലോ, ഉണ്ടല്ലേ, അവിടെ ഉണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തക നിലക്കും ഒരു കോൺഗ്രസ്സുകാരൻ നിലക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന നിറഞ്ഞ സംതൃപ്തിയോട് കൂടിയാണ്. അത് പറയാതെ വയ്യ. അത് പറയുമ്പോൾ ഒരു അഹങ്കാരം പറയുകയല്ല, സ്വയം പൊക്കി പറയുകയല്ല, നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ഇന്ന് ഞാൻ മാധ്യമങ്ങളെ കാണുന്നത്. കാരണം എൻ്റെ ആദ്യത്തെ ദൗത്യം ലോക്സഭ, രണ്ടാമത്തത് ഓഫീസ്, മൂന്നാമത്തെ ലോക്കൽ ബോഡി, 4ാമത്തെ അസംബ്ലി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെയൊക്കെ പിന്തുണ കൊണ്ടും ആ 4 ദൗത്യങ്ങളും ഒരു പരിധിവരെ ഭംഗിയായി നിർവഹിച്ചു എന്ന തികഞ്ഞ ബോധ്യത്തിലും അതിലേറെ സന്തോഷത്തിലുമാണ് ഇന്ന് നിങ്ങളെ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഈ LK ആന്റണി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ വലിയ വിജയം അങ്ങനെ CPM-യുടെ തിരിച്ചറിയൽ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസിന് നാളെ സംഭവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനം കിട്ടിയവരുണ്ട്, ജയിച്ചവരുണ്ട്. പക്ഷെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുത്താൻ കോൺട്രിബ്യൂട്ട് ചെയ്തവരൊക്കെ വേറെ ഉണ്ടാവും. അത്തരം ആളുകളെ എങ്ങനെ ഉൾക്കൊള്ളും? KC വേണുഗോപാലിന്റെ കൃത്യമായ ഒരു പ്രസ്താവന പത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ KPCC യോഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മത്സരിച്ചവർക്ക് മത്സരിച്ച് ജയിക്കാം, മത്സരിക്കാൻ അവസരമുണ്ടായിട്ട് നിഷേധിക്കപ്പെട്ടവരുടെ കൂടി അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. ഏതായാലും ഈ ജില്ലയിൽ ഉൾപ്പെടെ സംഘടനാ തലത്തിലും സർക്കാർ തലത്തിലും പരമാവധി യോഗ്യതയുള്ള ആളുകളെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും. അത് നിയമപരിധിക്കുള്ളിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും. അപ്പോൾ സംഘടനയിലും ഒരുപാട് ആൾ പുറത്തു നിൽക്കുന്നത്, ജില്ലയിൽ ഉൾപ്പെടെ അവരെ അക്കോമഡേറ്റ് ചെയ്യും. പിന്നെ സ്വാഭാവികമായിട്ടും അധികാരത്തിലെത്തുമ്പോൾ ഭരണ കാര്യങ്ങളിലേക്കും പല കാര്യങ്ങളിലും അതൊക്കെ തന്നെ ആ ഒരു അക്കോമഡേഷൻ എല്ലായിടങ്ങളിലും പോലെ ഒരുപക്ഷെ അതിൽ കൂടുതൽ ഈ ജില്ലയിലുണ്ടാവും. ഏതാ ഞാനോ ഇവിടുന്ന് പറയാനാ? ഇത്രയും കാലം എന്നെ അറിയുന്ന ആൾക്കറിയാലോ, ഞാൻ അതിൻ്റെ ഒരു ഹിന്റ് പോലും കിട്ടില്ല. ഞാൻ ഇതുപോലും ആഗ്രഹിച്ചിട്ടില്ല, പിന്നെയല്ലേ അതൊക്കെ ഇല്ല, ആഗ്രഹിച്ചിട്ടില്ല. ഞാനിപ്പം എന്നെ സംബന്ധിച്ച്
എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പാർട്ടിക്കാണ്. കൊയിലാണ്ടിയിൽ ജയിക്കുക, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാറിന്റെ വീട്ടിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, UDF സ്ഥാനത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ. അത് വ്യക്തിപരമായ മോഹങ്ങൾ പലപ്പോഴും അത് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട കാര്യമല്ലേ, അത് പരസ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഘടനാ രംഗത്ത് നിൽക്കുന്ന സമയത്ത് സംഘടന വിജയത്തെക്കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ. അല്ലാണ്ട് എനിക്ക് MLA ആവാം, എനിക്ക് മന്ത്രിയാവുന്ന ചിന്തകൾ ഇതുവരെ കടന്നു വന്നു. പാടേണ്ട ശേഷിയില്ല. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്നിപ്പോൾ നാട്ടിൽ, ഞാൻ എല്ലാ ഞായറാഴ്ചയും എൻ്റെ നാട്ടിൽ കോഴിക്കോട് ഒരു അമ്പലത്തിൽ പോകുന്ന ആളാണ്. നടുവത്ത് ശിവക്ഷേത്രത്തിൽ ഇന്നും പോയിട്ട് വരിക. എല്ലാ ഞായറാഴ്ചയും പോകും. എന്തെങ്കിലും പറഞ്ഞു ഈ റിസൾട്ട് വന്ന് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ യാത്ര അമ്പലത്തിലേക്കായിരുന്നു. അപ്പോൾ അവിടുന്നായാലും ഞാൻ ദൈവത്തിനോട് പറഞ്ഞ കാര്യം പറയുള്ളൂ. ആ ഗ്രാമത്തിൽ നിന്ന് വന്ന എനിക്ക് ഇത്രയൊക്കെ ആവാൻ സാധിച്ചില്ലേ, അതിന് തന്നെ ദൈവത്തോട് നന്ദി പറഞ്ഞാണ് ഞാൻ. കൂടുതൽ മോഹങ്ങളൊന്നുമില്ല ഈ രംഗത്ത് തന്നെ. ഇനി കേട്ടോ അത് പറയാം. കഴിഞ്ഞ UDF കാലത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറാവാൻ പറഞ്ഞ് നിൽക്കാത്ത ആളാണ് ഞാൻ. കാരണം അറിഞ്ഞു, ദൈവത്തിന്റെ തികഞ്ഞ വിശ്വാസിയാണ്. അറിഞ്ഞു അറിയാതെ എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ അനുഭവിക്കേണ്ടത് അവിടെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു കോൺഗ്രസ് പ്രവർത്തനക്ക് എനിക്ക് തരാവുന്നതിന്റെ പരമാവധി എങ്ങനെ പാട്ട് തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതിൽ ഇനി ഒരു പേര് മോശമില്ലാതെ ആരെക്കൊണ്ടും മോശം കേൾപ്പിക്കാതെ മുന്നോട്ട് പോകുന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്ക് പോകുള്ളൂ. ബാക്കിയെല്ലാം പാർട്ടി ദൈവദരിദ്രരാണ്. ഞാൻ മന്ത്രിസ്ഥാനം വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല അപ്പൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. എന്തായാലും കൊയിലാണ്ടിയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത്, അത് ഞാൻ പ്രകടന പത്രികയിൽ പ്രകടിപ്പിച്ചു, പക്ഷേ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് കൊയിലാണ്ടിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഖാദി കേന്ദ്രമുണ്ട്. ചേമഞ്ചേരിയിലെ ഖാദി വെച്ച് തകർന്ന് തരിപ്പണമായി, കെട്ടിടമില്ല. ആ തൊഴിലാളികൾക്ക് നിങ്ങളൊക്കെ പോയിട്ട് കാണുന്നതാണ്. 200 രൂപയും 300 രൂപയും വേതനം കിട്ടുന്ന തൊഴിലാളികൾ. അതിന്റെ പുനരുദ്ധാരണത്തിലുള്ള പരിപാടിയാണ് ആദ്യത്തെ. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് UDF മീറ്റിംഗ് നടത്തി ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അദ്ദേഹം എന്റെ മുകളിലാണല്ലേ. അല്ല, അൻവറിനെ UDF ചേർത്ത് പിടിക്കും, ഉറപ്പ്. അത് ജില്ലയിലും സംസ്ഥാനത്തും PV അൻവറിനെ UDF ചേർത്ത് പിടിക്കും. തീർച്ചയായിട്ടും ഞാൻ പറയാം, ചേർത്ത് പിടിക്കുന്നതിനുണ്ടല്ലോ. ജില്ലയിലെ UDF-ഉം ജില്ലയിലെ കോൺഗ്രസും അൻവർ കഴിയും. ആ പറയും അല്ല, എന്തെങ്കിലും ഞാൻ പറയാൻ പാടില്ലെങ്കിലും ചേർത്ത് പിടിക്കും. രക്ഷാപ്രവർത്തനമായി പലതരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനാക്കുന്നതിന്റെ പോലീസുകാരെ കുറിച്ച് പറയും. സാധാരണത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് ഞാൻ കണക്കൊന്നും വയ്ക്കാറില്ല. 10 വർഷത്തെ ഒരു ഭരണത്തിന് ശേഷമാണ്. അപ്പം പല സർക്കാരിന്റെ താല്പര്യക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും. കളക്ടർ നടക്കുന്ന നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. തീർച്ചയായിട്ടും അഭിപ്രായമുണ്ട്. അതിലൊരു കാര്യമില്ല. നീതിപൂർവമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും അതിന്റെ ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞില്ല. അല്ല, ആരായാലും ഇപ്പൊ കാരണം വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. കാരണം എത്രയോ നമ്മുടെ പരാതികൾ നിലനിൽക്കുന്നുണ്ടോ പല വിഷയങ്ങളിലും. ഇപ്പൊ എന്റെ കൈ പൊട്ടിയ വിഷയത്തിൽ ഉൾപ്പെടെ, സൂരജിന്റെ കഴുത്ത് പിടിച്ചതുൾപ്പെടെ നിരവധിയായ വിഷയങ്ങളിൽ ഞങ്ങളുടെ പരാതികൾ നിൽക്കുന്നുണ്ട്. ആ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാം അന്ന് പരിഹാരം കിട്ടില്ല എന്നുള്ളത്. പക്ഷെ ആ പരാതികളിൽ പരിഹാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാത്ത ഉദ്യോഗസ്ഥർ അത് അനുഭവിക്കേണ്ടി വരും. അതൊരിക്കലും ഭീഷണിയല്ല, നടപടിയാണ്. അല്ല, പ്രതികാര നടപടി നമ്മുടെ ഭാഗത്തുണ്ടാവില്ലെങ്കിലും നീതിപൂർവമല്ലാത്ത നടന്ന കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ നോമിനേഷൻ കൊടുത്തപ്പം 55 കേസിലെ പ്രതിയാണ് ഞാൻ. 55 കേസിൽ പ്രതിയാണ്. പിന്നെ ഞാൻ നോക്കുമ്പം എൻ്റെ എതിർ സ്ഥാനാർത്ഥി ഒറ്റ കേസിൽ പോലും പ്രതികരിക്കില്ല, ഒറ്റ കേസിൽ പ്രതികരിക്കില്ല. അപ്പം DCC പ്രസിഡന്റായ എൻ്റെ അനുഭവമാണെങ്കിൽ എത്ര ആളുകൾ അനുഭവമാണ് സാധാരണക്കാരനെ. ആ നീതിപൂർവമല്ലാത്ത തീരുമാനമെടുത്ത ഉദ്യോഗസ്ഥർ കരുതി ഇരിക്കേണ്ട കാലമാണ് വരുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ.
വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ടായിരുന്നു. എംപിക്ക് നേരെ പോലും ആക്രമണമാണ്. അതിലൊന്നും പിന്നീടൊന്നും സംഭവിച്ചു. അല്ല, ഞാൻ പറഞ്ഞ ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇവിടെ നടന്ന അത്തരം സംഭവങ്ങൾ ഓരോ വിഷയത്തിലും ഇതേ ഹാളിലും ഞാൻ ഈ ഓഫീസിൽ വരുന്നതിന് മുമ്പേ ഹോട്ടലിലെ ഹാളിൽ വെച്ച് പത്രസമ്മേളനം പറയുന്നുണ്ട്. ചിലയിടങ്ങളിൽ DGPക്ക് പരാതിയുണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾ, ചിലയിടത്ത് വിജിലൻസ് പരാതിയുണ്ട്, ചിലയിടങ്ങളിൽ കോടതിയിൽ പരാതിയുണ്ട്. ഇതൊക്കെ നിൽക്കുകയാണ്. വേറൊരു മുറിവേറ്റ സംഭവമുണ്ട്, ചേവായൂർ ബാങ്ക് അറിയാലോ, ഞങ്ങൾ മുറിവേറ്റ സംഭവമല്ലേ, അതിലൊക്കെ ഞങ്ങളെ പരാതി നിൽക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടില്ല, ഇപ്പം നടക്കുന്നുണ്ടാവും. ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഹർഷേന ഇവിടെ പലതരത്തിലുള്ള സമരങ്ങൾ ചെയ്യുകയും നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹർഷേനൊക്കെ നീതി കിട്ടും, ഉറപ്പായിട്ട് നീതി കിട്ടും. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങളിൽ അതിൽ പരാതികളാണെങ്കിൽ പരിഹാരമുണ്ടാവും, ആവശ്യമാണെങ്കിൽ നടപടി ഉണ്ടാവും. അത് പറഞ്ഞല്ലോ, പ്രതിഷേധം പറഞ്ഞല്ലോ, ഹർഷീനയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് പറഞ്ഞല്ലോ. അല്ല, കോഴിക്കോട് ജില്ലയിൽ BJPയുടെ പ്രകടനം മെച്ചപ്പെട്ടതായിട്ടില്ല. പക്ഷെ എങ്കിലും മതേതര കേരളം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. BJPയുടെ 3 സീറ്റിലെ വിജയമെന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അത് ഗൗരവത്തോടെ കാണണം. കാരണം മതേതരത്വത്തിന്റെ കൊച്ചുതുരുത്തം എന്നറിയപ്പെടുന്ന കേരളത്തിലും ഈ ശക്തികൾ പച്ചപിടിക്കാൻ പോകുന്നു എന്ന് വളരെ ഗൗരവത്തോടുകൂടി എല്ലാ മതേതരക്ഷകളും നോക്കി കാണും. അതെ, അതിന്റെ അവസരം ഉണ്ടാക്കിയത് മുഴുവൻ CPM ആണ്. അപ്പൊ അത് ഇപ്പൊ തന്നെ ബംഗാളിൽ നിങ്ങൾ കണ്ടില്ലേ, ബംഗാളിൽ എന്താ ഉണ്ടായത്? ത്രിപുരയിലും ബംഗാളിലും CPM കംപ്ലീറ്റ് BJP മാറിയല്ലേ. ഇന്ന് ഞാൻ കഴിഞ്ഞൊരു ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പോലും CPM പരാജയപ്പെടാനേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. CPM മുക്ത കോഴിക്കോടോ CPM മുക്ത കേരളമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ BJP മുക്ത കോഴിക്കോടും BJP മുക്ത കേരളവും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതങ്ങനെ പറയാനുള്ള കാരണം ഞങ്ങളുടെ മതേതരത്വ നിലപാടാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും BJP മുന്നേറ്റം ഉണ്ടാക്കട്ടെ, അത് അതിശക്തമായി തടയാൻ എല്ലാവരും ചെയ്യണം. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് ഞാൻ ഇന്ന് 2 ദിവസം കൊണ്ട് ഈ ജില്ലയിൽ ഏതെല്ലാം ബൂത്തുകളിൽ BJP മുന്നേറ്റം നടത്തി കണക്കാക്കാൻ പറഞ്ഞിരിക്കുക. 2 ദിവസം കൊണ്ട് എടുക്കും. അവിടെ നടക്കും. കോഴിക്കോട് നഗരത്തിൽ 10,000 വോട്ട് സൗത്തിലുണ്ടായിട്ടുണ്ട്. അല്ല, ഞാനത് ബൂത്ത് ബേസ് നമ്മുടെ ആസ്ഥാനത്താണ് BJPയുടെ സ്വാധീനം. അല്ല, ഞാൻ ചിലയിടങ്ങളിൽ അല്ല BJP പ്രതീക്ഷിച്ചെടുക്കുന്നത് BJP ചിലയിടത്ത് ജയിക്കും എന്ന് പറയുന്നത് കോഴിക്കോട്. ഇപ്പം ഞാൻ മത്സരിച്ച കൊയിലാണ്ടിയിൽ 32,000 വോട്ട് പിടിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. നോർത്തിൽ അവർ ജയസാധ്യതയോട് നേട്ടം പറഞ്ഞു, അതൊന്നും നടന്നില്ല. പക്ഷേ കാര്യമായ മുന്നേറ്റം ഉണ്ടായില്ലെങ്കിലും ചിലയിടങ്ങളിൽ BJPയുടെ വോട്ട് വർദ്ധിച്ചു. അത് ഏതെല്ലാം ബൂത്തുകളെന്ന് പരിശോധിച്ച് ആ വളർച്ച തടയിടാനുള്ള നടപടി കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാഗത്തുണ്ടാവും. ഞങ്ങളത് ഇന്ന് നിർദ്ദേശം കൊടുക്കാൻ പോവുകയാണ്. അതിലൊരു ഇന്റേണൽ മാറ്റർ എവിടെ ഞാൻ പറഞ്ഞാൽ മാത്രമേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.